അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിനെ കുറിച്ചാണ്. എക്കണോമിക്സ് പഠിച്ച ഒട്ടുമിക്ക ആൾക്കാർക്കും എന്തായാലും ഇൻഫ്ലേഷനെ കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരിക്കില്ല. എന്നാൽ എന്തായിരിക്കും ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെൻട്രൽ ബാങ്കിങ് പോളിസി ദാറ്റ് റിവോൾവ് അറൗണ്ട് അഡ്ജസ്റ്റിംഗ് മോണിറ്ററി പോളിസി ടു അച്ചീവ് എ സ്പെസിഫിക് ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ബാങ്കിങ് പോളിസിയാണ്. സെൻട്രൽ ബാങ്കാണ് മോണിറ്ററി ടൂൾസും പോളിസീസും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് അവരുടെ മോണിറ്ററി പോളിസീസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫൈഡ് ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അച്ചീവ് ചെയ്യുന്നതിനെയാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The principle of inflation targeting is based on the belief that long-term economic growth is best achieved by maintaining price stability and price stability is achieved by controlling inflation. അപ്പോൾ പ്രധാനമായിട്ടും ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോങ് ടൈം ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ എക്കോണമിയിൽ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എക്കോണമിയിലെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണം. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ക്യാൻ ബി കോൺട്രാസ്റ്റഡ് ടു അതർ പോസിബിൾ പോളിസീസ് ഓഫ് സെൻട്രൽ ബാങ്കിങ് ഇൻക്ലൂഡിംഗ് ദ ടാർഗറ്റിംഗ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, നാഷണൽ ഇൻകം സ്റ്റെബിലിറ്റി. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ മറ്റു പോളിസീസ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, നാഷണൽ ഇൻകം സ്റ്റെബിലിറ്റി. അപ്പോൾ ഇത്തരം പോളിസീസിന് വിപരീതമായിട്ടാണുള്ളത്. എന്നിരുന്നാലും ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അച്ചീവ് ചെയ്യണമെങ്കിൽ സെൻട്രൽ ബാങ്ക് അവരുടെ മോണിറ്ററി പോളിസിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഈസ് എ സെൻട്രൽ ബാങ്കിങ് സ്ട്രാറ്റജി ഓഫ് സ്പെസിഫൈയിങ് ആൻ ഇൻഫ്ലേഷൻ റേറ്റ് ആസ് എ ഗോൾ ആൻഡ് അഡ്ജസ്റ്റിംഗ് മോണിറ്ററി പോളിസി ടു അച്ചീവ് ദാറ്റ് റേറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോണിറ്ററി പോളിസീസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു റേറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് അച്ചീവ് ചെയ്യുക എന്നതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് പ്രൈമർലി ഫോക്കസ് ഓൺ മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി ബട്ട് ഓൾസോ ഇറ്റ്സ് പ്രൊപ്പണൻറ്റ് ടു സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഒരു എക്കോണമിയിൽ പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. അതുവഴി എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നത് തന്നെയാണ്. All of the tools of monetary policy that is central bank has including open market operation and discount lending can be employed in a general strategy of inflation targeting. അപ്പോൾ ഒട്ടുമിക്ക മോണിറ്ററി പോളിസീസും സെൻട്രൽ ബാങ്ക് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോളിസീസാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ലെൻഡിങ്ങും. Interest rate can be an intermediate target that central bank using inflation targeting. ഇവിടെ ഇൻ്റർമീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനെയും സെൻട്രൽ ബാങ്ക് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസീസ് ആയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും ഡിസ്കൗണ്ട് ലെൻഡിങ് റേറ്റിനോടൊപ്പം ഒരു ഇൻ്റർമീഡിയറ്റ് ടാർഗറ്റായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനെ സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. The central bank will lower or raise interest rate based on the whether its inflation is below or above a target threshold. ഇവിടെ സെൻട്രൽ ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് സെൻട്രൽ ബാങ്ക് ഒരു 2% നിശ്ചയിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക, ടാർഗറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ്. എന്നാൽ അത് ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പം 2% കൂടുകയാനും അതുപോലെ തന്നെ കുറഞ്ഞാലും ആ കൂടുതലിന് കുറയുന്നതിനും അനുസരിച്ച് സെൻട്രൽ ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ടു സ്ലോ ഇൻഫ്ലേഷൻ ആൻഡ് ദെയർഫോർ സ്ലോ എക്കണോമിക് ഗ്രോത്ത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു റൈസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്ലോ ഇൻഫ്ലേഷനിലേക്കും അത് പിന്നീട് സ്ലോ എക്കണോമിക് ഗ്രോത്തിലേക്കും നയിക്കും എന്നാണ് പറയുന്നത്. അതേസമയം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷൻ റേറ്റിനെ ബൂസ്റ്റ് ചെയ്യുകയും പിന്നീട് എക്കണോമിക് ഗ്രോത്തിനെ സ്പീഡപ്പ് ചെയ്യുകയും ചെയ്യും. The benchmark use of inflation targeting is typically price index of basket of consumer goods such as personal consumption expenditure price index that is used by US Federal Reserve. അപ്പോൾ പ്രധാനമായിട്ടും ഇൻഫ്ലേഷൻ ടാർഗറ്റിന് യൂസ് ചെയ്യുന്ന മെഷർ അല്ലെങ്കിൽ ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈസ് ഇൻഡെക്സ് ആണ്. US ഫെഡറൽ റിസർവ്സ് ഒക്കെ
പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട ഇൻഡീസസ് ആണ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും അതുപോലെ തന്നെ രണ്ടാമത്തത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും. ഇനി അതിൻ്റെ പ്രോസും കോൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് അലോസ് സെൻട്രൽ ബാങ്ക് ടു റെസ്പോണ്ട് ടു ഷോക്സ് ടു ഡൊമസ്റ്റിക് എക്കോണമി ആൻഡ് ദ ഫോക്കസ് ഓൺ ദ ഡൊമസ്റ്റിക് കൺസിഡറേഷൻ. അപ്പോൾ പ്രധാനമായിട്ടും സെൻട്രൽ ബാങ്കിന് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വഴി നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്ന ഷോക്സിന്, നമുക്കറിയാം ഷോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ഗ്രോത്തിനെയൊക്കെ ഡിപ്രസ് ചെയ്യുന്ന ഡിപ്രസിങ് ഫോഴ്സസിനെയാണ് ഷോക്സ് എന്ന് പറയുന്നത്. ആ ഷോക്സിനെതിരൊക്കെ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് കൺസിഡറേഷനൊക്കെ ഫോക്കസ് ചെയ്യാനൊക്കെ ഈ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് സഹായിക്കുന്നുണ്ട്. സ്റ്റേബിൾ ഇൻഫ്ലേഷൻ റെഡ്യൂസ് ഇൻവെസ്റ്റേഴ്സ് അൺസർട്ടനിറ്റീസ് അലോസ് ഇൻവെസ്റ്റേഴ്സ് ടു പ്രെഡിക്റ്റ് ചേഞ്ചസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അറിയാമല്ലോ എക്കോണമിയിൽ എത്തരത്തിലാണ് ഇൻഫ്ലേഷൻ മുന്നോട്ടേക്ക് ആ റേറ്റ് ഉള്ളതെന്ന്. അപ്പം ആ ഒരു സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് പ്രധാനപ്പെട്ട അൺസർട്ടനിറ്റീസ് ഒന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. റെഡ്യൂസ് ദ ഇൻവെസ്റ്റേഴ്സ് അൺസർട്ടനിറ്റി. അതുപോലെ തന്നെ ഇനി മുൻപോട്ടേക്ക് എങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട്. If the target is published, inflation targeting also allows for greater transparency in monetary policy. ഇപ്പോൾ ടാർഗറ്റ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് മോണിറ്ററി പോളിസീസിന് നല്ലൊരു ട്രാൻസ്പെറൻസിക്ക് കാരണമാവുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം എന്താണ് ഇൻഫ്ലേഷൻ, ഒരു റേറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്കോണമിയിലെ ആൾക്കാർക്ക് അറിയാം എന്ത് രീതിയിലാണ് ആ ഇൻഫ്ലേഷൻ റേറ്റ് പോകുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മോണിറ്ററി പോളിസിയിൽ ഒരു നല്ല രീതിയിൽ ഗ്രേറ്റർ ട്രാൻസ്പെറൻസിക്ക് ഇതിന് കാരണമാവുന്നുണ്ട്. സം അനാലിസിസ് ബിലീവ്സ് ദാറ്റ് എ ഫോക്കസ് ഓൺ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫോർ പ്രൈസ് സ്റ്റെബിലിറ്റി ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ആൻഡ് സസ്റ്റെയിൻ സ്പെക്കുലേറ്റീവ് ബബിൾസ് ആൻഡ് അതർ ഡിസോർഷൻ ഇൻ എക്കോണമി. ചില അനാലിസിസ് വിശ്വസിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്, പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അനാവശ്യമായിട്ടുള്ള സ്പെക്കുലേഷൻ്റെയും അതുപോലെ തന്നെ എക്കോണമിയിൽ ഒരുപാട് ഡിസോർഷനൊക്കെ കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഹൂ സെറ്റ്സ് ദ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആരായിരിക്കും ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്? നമുക്കറിയാം സെൻട്രൽ ബാങ്ക് തന്നെയാണ് ഇന്ത്യയിലും ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് കൂടി ചേർന്ന് സെൻട്രൽ ബാങ്കാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫിക്സ് ചെയ്യുന്നത്. അത് ബേസ് ചെയ്തിരിക്കുന്നത് RBI ആക്ട് 1934 In 2015, RBI and the central government agreed on a policy framework. Reserve Bank of India Act 1934 was amended to provide a statutory basis for this framework. The flexible inflation targeting framework was adopted in 2016. 2015 RBIയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും ഒരു പോളിസി ഫ്രെയിംവർക്ക് എഗ്രി ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അമെൻഡ് ചെയ്യുകയും ആ ഒരു ഫ്രെയിംവർക്കിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബേസിസ് നൽകുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് ഫ്ലെക്സിബിൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വന്നു, FIT. ആ ഒരു ഫ്രെയിംവർക്ക് 2016 മുതൽ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്കോണമിയിൽ മോണിറ്ററി പോളിസീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫൈഡ് ആനുവൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അച്ചീവ് ചെയ്യുന്നതിനാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അതുപോലെ തന്നെ അങ്ങനത്തെ മോണിറ്ററി പോളിസീസൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻ്റർമീഡിയറ്റ് ടാർഗറ്റായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിനും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റേറ്റിന് കൂടുതലോ കുറവോ ആണ് ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലോ കുറവോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യാൻ റിസർവ് ബാങ്കിന് കഴിയും. പിന്നെ നമുക്കറിയാം പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടും
കൂടിയാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ എക്കോണമിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് വഴി ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നത് മാത്രമല്ല, അതുവഴി പ്രൈസ് സ്റ്റെബിലിറ്റി ഉദ്ദേശിക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതുവഴി എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്.